ഏറ്റവും പരാതിയില്ലാത്ത രണ്ടേ രണ്ട് നടന്മാരെ എന്റെ ജീവിതത്തിൽ കണ്ടു. ഒന്ന് ജയറാമും ഒന്ന് ഈ മമ്മൂട്ടി. ഓഡീഷനിലോട്ട് വന്നപ്പോ എന്റെ കയ്യെ തൊട്ടു. അത് ലൈംഗിക ചുമയോടുകൂടിയാണെന്ന് ഇവിടെ പറഞ്ഞു. അപ്പൊ ഇവർക്ക് ലൈംഗിക ചുമ പലപ്പോഴും അറിയാവുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇവിടുന്ന് പറഞ്ഞത്. ആരും കാണാതെ എവിടെയെങ്കിലും ഇരുന്ന് തൊടുകയോ തള്ളിവിടുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ സുഖം. കൂടിപ്പോയ 2-3 ദിവസം ഇത് കഴിയുമ്പോ ഇതും ഈ സിദ്ദിഖിന്റെ അഡ്രസ് പോലും കാണത്തില്ല. ഈ മലയാള സിനിമ ഉണ്ടാകുന്ന സമയത്ത് നിന്റെ അച്ഛനും അമ്മയും പോലും കല്യാണം കഴിച്ച് നടക്കില്ല. കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് കേട്ടോ ചേട്ടൻ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, സിനിമാ നടന്മാർക്കെതിരെയുള്ള റിപ്പോർട്ട് സിദ്ദീഖ് രാജ് അറിഞ്ഞോ? സിദ്ദിഖ് പോയി വിലാസനം ചെയ്ത്. അല്ല, ഇപ്പൊ അങ്ങനെയുള്ള 15 ക്രൂരന്മാരായ നടന്മാര് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നാ പറയുന്നത്. മലയാള ഫിലിമിൽ അങ്ങനെ നമ്മളെന്ത് ചെയ്യാൻ പറ്റും? അല്ല, ഈ 15 നടന്മാർ ആരൊക്കെ വിചാരിക്കുന്നത്? ഇല്ല, എനിക്കറിയത്തില്ല. ഈ ഉമ്മാണി കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഉമ്മാണി കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഉമ്മാണി അത് കൊടുത്തിരിക്കുന്നത് അറിയോ? ഉമ്മാണി പറഞ്ഞാല് ഉമ്മാണി കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ? മനസ്സിലായില്ല. ആണുങ്ങൾക്ക് ഉമ്മാണി കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഉമ്മാണി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. അത് മനസ്സിലായില്ല. ഒരു സഹോദര, ഈ ആണുങ്ങൾക്ക് ഉമ്മാണി കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഉമ്മാണി എന്ന് പറഞ്ഞാൽ സാമാനാണോ? എന്താ കൊടുത്തിരിക്കുന്നത്? പറ ചേട്ടൻ, പറ എന്തിനാ കൊടുത്തിരിക്കുന്നത്? ആണും പെണ്ണുമായിട്ട് 2 ഇതാണോ? ആണോ? ഈ ആണുങ്ങൾക്ക് ഒരു സാധനം ഉണ്ടോ, പെണ്ണുങ്ങൾക്ക് ഒരു സാധനം ഉണ്ടോ? പക്ഷെ അത് ആയി വിചാരിച്ചിട്ട് പീഡിപ്പിക്കാൻ പറ്റുമോ? അങ്ങനെ അത് പറ്റില്ല. ശരിയാണ്. അപ്പൊ ഈ പെണ്ണുങ്ങൾ അതിന് വേണ്ടിയിട്ട് പോയി അവരെ പോയി തട്ടയും മുട്ടയും ചെയ്ത് കാശിന് വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും അവരതിന്റെ രീതി ചെയ്യും. അപ്പൊ ഈ 15 നടന്മാര് കുറ്റക്കാരനല്ല? 15 നടന്മാരെ കാര്യം എനിക്കറിയില്ല. സിദ്ദിഖിന്റെ കാര്യം ഞാൻ അറിഞ്ഞാൽ ശരിയാണ്. പക്ഷെ ഇത് 15 നടന്മാരാണെന്നുള്ള നമുക്കൊന്നും അറിയത്തില്ല. ഈ ചേട്ടൻ വിചാരിക്കുന്നുണ്ട്? ആരൊക്കെ വിചാരിക്കുന്നുണ്ട്? ഞാൻ ആരെയും വിചാരിക്കുന്നില്ല. ചാനലിലെ പലതും വരും. 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് പറയും പിന്നെ ആ കേസേ ഇല്ല, തേച്ചു മാറ്റാതെ അങ്ങ് പോകും. ദിലീപിന്റെ കേസ് കേട്ട് വന്നിട്ട് എന്തോ ഇപ്പൊ വല്ല കാര്യങ്ങളും ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഇതേണൊക്കെ ഇപ്പൊ ഈ ഒരെണ്ണം വന്ന് സിദ്ദിഖിന്റെ ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് രാഷ്ട്രീയ പാർട്ടികളും ഗവൺമെന്റും എല്ലാം കൂടെ ഇതും അങ്ങ് വട്ടായി പോകും. ഇവിടെ പാവപ്പെട്ടവന്മാരെന്തെങ്കിലും ഒന്ന് ചെയ്യട്ടെ. കാരണം ഇവിടെ ഇരുന്നിട്ട് ശകലം വെള്ളം അടിച്ച് പാവപ്പെട്ടവന്മാർ ഈ മാറി കയറി ഒരു 90 അടിച്ച് ഇനി വെളിയിലോട്ട് ഇറങ്ങി കേട്ടെ. ഇവിടെ വന്നിട്ട് ആരെങ്കിലും ഒന്ന് വഴക്കുണ്ടാവട്ടെ. ഇവിടെ പോലീസുകാർ വന്നിട്ട് ആട്ടി വേറെ, ജയിലിൽ കൊണ്ടുപോകുന്ന വേറെ. ഇതേ ഉള്ള ഈ കേരളത്തിനകത്ത് നടക്കുന്നതല്ല. ഈ കേരളത്തിനകത്തൊന്നുമില്ല. കോടികളുള്ളവന്മാര് പലതും ചെയ്യും. പ്രതികരിക്കണ്ട ചേട്ടൻ. എന്തിനാ ഈ എന്നെ പോലുള്ളവന്മാര് പ്രതികരിച്ചിട്ട് എന്ത് ചെയ്യാൻ? കോടികളുള്ളവര് പലതും ചെയ്യും. പല കുട്ടികളെ കൊണ്ടുപോകും, അവര് ചെയ്യും. ചേട്ടൻ പറ, ചേട്ടൻ എന്താ ഹേമയെന്ന് പറയുന്ന പുള്ളിക്കകത്ത് ഞാൻ കണ്ടിട്ടില്ല. ഒന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന സാധനം എന്തുവെന്നുള്ളത് ഈ പത്രത്തിൽ കൂടെ വായിച്ചൊരു ചെറിയൊരു അറിവുണ്ട്. എനിക്ക് സ്കൂൾ വിദ്യാഭ്യാസം ഒട്ടുകയും ഹേമ കമ്മീഷൻ പറയുന്നത് മലയാള ഫിലിമെ പഠിക്കാൻ വേണ്ടിട്ട് അതിൽ എന്തൊക്കെ ക്രൂരത നടക്കാൻ വേണ്ടിയുള്ള റിപ്പോർട്ടാണ് അത്. ഈ മലയാള സിനിമ ഉണ്ടാകുന്ന സമയത്ത് നിന്റെ അച്ഛനും അമ്മയും പോലും കല്യാണം കഴിച്ച് നടക്കില്ല. അത് വേറെ, ഞാൻ അതല്ലല്ലോ ചോദിച്ചത്. മനസ്സിലായി. അത് ഞാൻ ചോദ്യം സിനിമാ ഫീൽഡല്ല ഏത് ഫീൽഡായാലും പണമുള്ളവൻ പലതും ചെയ്യും, എന്തും ചെയ്യും. അവന് നിൽക്കാനുള്ള നിലനിൽപ്പുണ്ട്, അതിനുള്ള കോടതിയുണ്ട്, അതിനുള്ള പോലീസുകാരും ഉണ്ട്. ഈ പണമുള്ളവര് ബൈക്ക് ഓടിച്ചോണ്ട് ഇതിലേ പോട്ടെ, അവനെ പിടിക്കത്തില്ല, അവനെ പരിശോധിക്കത്തില്ല. അതാണ് ഈ കേരളത്തിനകത്ത് നടക്കുന്നത്. അതായത് ഏത് കുട്ടികളെയും പണമുള്ളവർ എന്തും ചെയ്യും. കുറെ കൊച്ചുങ്ങൾ ഇങ്ങനെ നടക്കുന്നല്ല. ഇവിടെ ഈ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ എന്തെല്ലാമാണ് കാണിക്കുന്നത്. എന്നിട്ട് ഇവിടെ ഏതെങ്കിലും പോലീസുകാരുണ്ടോ? ജനമൈത്രിയുണ്ട്, കുറെ വനിതാ പോലീസിനെ ഇറക്കിയിട്ടുണ്ട്. ഫോൺ ചെയ്തിട്ട് വണ്ടി ചെന്നില്ല, പ്രൈവറ്റ് സ്റ്റാൻഡിൽ ചെന്നിരിക്കും. ഈ വരുന്ന കൊച്ചുങ്ങൾ അവിടെ ഇരുന്നുകൊണ്ട് എന്താ ചെയ്യുന്നു? ഇതൊന്നും അവർക്ക് അതൊന്നും നോക്കേണ്ട കാര്യമില്ല. അവരുടെ ഡ്യൂട്ടി, അവരൊക്കെ മാസം ശമ്പളം കിട്ടുന്നു, ഇത്രയേ ഉള്ളൂ. ഓടിയുള്ള പലതും ചെയ്യും, ആരെയും കൊണ്ടുപോകാൻ. കൂടിപ്പോയ 2-3 ദിവസം ഇത് കഴിയുമ്പോ ഇതും ഈ സിദ്ദിഖിന്റെ അഡ്രസ് പോലും കാണത്തില്ല. അതാണ് കേരളത്തിനകത്ത് നടക്കുന്നത്. അല്ല വേറൊന്നുമല്ല, ദോഷം കൊണ്ട് പറഞ്ഞതല്ല. പീഡനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പീഡനം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ചേട്ടനറിയാവുന്ന പറ. എനിക്കറിയാം ഒറ്റ കാര്യമോ?
ഇപ്പൊ ഞാൻ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു പെൺകൊച്ചിനെ പറ്റി എനിക്കിപ്പം പരിചയപ്പെടുന്ന കാര്യമില്ല. കാരണം ഞാൻ കല്യാണം കഴിച്ച് എനിക്ക് 3 മക്കളും 5 കൊച്ചുമക്കളും. ഞാൻ ഈ ചോദ്യം ചോദിച്ചതിനെന്താ പറഞ്ഞാല് ഈ നടന്മാര് അല്ല, അത് കേൾക്കാം. ഈ പീഡനത്തിനെ പറ്റിയാ പറഞ്ഞത്. ഈ രഞ്ജിത്തിന്റെ പേരിൽ പീഡനമാണല്ലോ. ഈ പീഡനം എന്ന് പറയുമ്പോൾ ഇത് ആരും കാണാതെ എവിടെയെങ്കിലും ഇരുന്ന് തൊടുകയോ തള്ളിവിടുകയോ പിടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതൊക്കെ ഇതിന്റെ സുഖം. ഇത് മറ്റൊരാളെ കണ്ട് നാളെ അവർ പറയുമ്പോൾ പേടിയോ ഇതിന്റെ പേര് പീഡനം. ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന സംവിധായകൻ ഇയാള് ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ രഞ്ജിത്ത് അയാൾ പല സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. ഞാനും അയാളോട് വ്യക്തിപരമായ ബന്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും. പക്ഷെ എങ്കിലും ഈ മനുഷ്യന് ഈ പലരി മണിക്കും അതുപോലെ മമ്മൂട്ടിയെ വെച്ച് മോഹൻലാലിനെ വെച്ച് പല നടന്മാരെ വെച്ച് നല്ല നല്ല സിനിമകൾ. പിന്നെ ഈ ബംഗാളികളിൽ ഒരു പെണ്ണുമ്പിള്ള വന്ന് ഇനി ഇയാൾക്കുള്ള പേരില് ഇനി എന്തെങ്കിലും കുറിപ്പുണ്ടാക്കാനാണോ നമുക്ക് പറയാനൊക്കെ. ഇപ്പോഴത്തെ നല്ല വശം നടപ്പം എന്ന് വെച്ചാൽ അവളെ ഇനി പീഡിപ്പിച്ചു. അവള് പറയുന്നത് എന്റെ വിരളെ സ്പർശിച്ചു, പിന്നെ എന്റെ ഓഡീഷനിലോട്ട് വന്നപ്പോ എന്റെ കയ്യെ തൊട്ടു, അത് ലൈംഗിക ചുവയോടുകൂടിയാണെന്ന് ഇവള് പറഞ്ഞു. അപ്പൊ ഇവർക്ക് ലൈംഗിക ചുവ പലപ്പോഴും അറിയാവുന്നതുകൊണ്ടായിരിക്കുമല്ലോ ഇവളിത് പറഞ്ഞത്. ഇല്ല, ഇവളിത് പറയത്തില്ലല്ലോ. ആദ്യമായിട്ട് രഞ്ജിത്ത് കയറി കയ്യെ തൊടുവാണെന്നുണ്ടെങ്കിൽ ഇവർക്കിത് പറയാൻ പറ്റും, എനിക്ക് ലൈംഗിക ചുവയോട് കൂടിയാവുന്നു. ഇവിടെ ഇതിനു മുമ്പ് പല പ്രാവശ്യം പലരും പിടിച്ചു കാണും. അപ്പൊ അവർക്ക് ഇതിന്റെ കൃത്യമായിട്ട് അറിയാം ഇത് ലൈംഗിക ചുവയോട് കൂടിയാ പിടിക്കുന്നത്. രഞ്ജിത്ത് പറയുന്നുണ്ട്, അല്ല പിന്നെ അമ്മയുടെ ജനറൽ സെക്രട്ടറി അല്ല ചെയർമാനോ എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട്. ഇതേ എനിക്കിത്ര പറഞ്ഞു. മന്ത്രി സജി ചെറിയാൻ പറയുന്നുണ്ട്. ആദ്യമേ അങ്ങനെ തന്നെ മറക്കം പറഞ്ഞവൻ. പിന്നെ കുറ്റക്കാരെ കണ്ട് ശിക്ഷ ഉറപ്പാക്കും, നടപടിയെടുക്കും. ഒരു കാര്യം ഞാൻ പറയാം, കാശും ഗുണ്ടായുസും ഉണ്ടെങ്കിൽ ആർക്കും എന്ത് ചെയ്യും അവരോട് ആരും ചോദിക്കുന്നു. കാരണം എന്താ വെച്ചാൽ പണക്കൊഴുപ്പ്, രാഷ്ട്രീയക്കൊഴുപ്പ്, ഗുണ്ടായുസ്, പിന്നെ അവർക്ക് വേണ്ടപ്പെട്ട എല്ലാ എസ്കോർട്ടുകളും ഓടിപ്പോയ 3-4 ദിവസം അത് കഴിയുമ്പോ ഈ വാർത്തയും തീർന്നു. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക്. പിന്നെ അവർക്ക് എന്തും കാണിക്കും. സിനിമാ മേഖല ഇപ്പൊ മോഹൻലാലുണ്ട്, മമ്മൂട്ടിയെ വ്യക്തിപരമായിട്ട് അറിയുന്ന ആളെ ഞാൻ. മമ്മൂട്ടിയെ വ്യക്തിപരമായിട്ട് വൈക്കം ചെമ്മങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചോളുന്ന ആളാണ്. കോട്ടയം ജില്ല വൈക്കം ചെമ്മങ്ങാടി. ആ മനുഷ്യന് സിനിമാ ലോകത്ത് വരുന്നതിന് മുമ്പ് ഒരുപാട് നാടക കമ്പനികൾ ഒരുപാട് അവസരങ്ങൾ ചോദിച്ചു. പക്ഷെ ഇന്ന് അയാളുടെ പേര് ഊർമാർക്കും കാരണം അയാളുടെ കുടുംബം അയാൾ കള്ളു കുടിക്കുന്നവരാണ്, സിഗരറ്റ് വലിക്കുന്നുണ്ട്. മമ്മൂട്ടി നല്ലപോലെ സിഗരറ്റ് വലിക്കായിരുന്നു. അയാൾ എന്തോ ഒരു സിനിമയിലെന്തോ അതിനെ ചോദിച്ചു ലാസ്റ്റ് അയാൾ സിഗരറ്റ് വലിക്കുന്നു. ആ മനുഷ്യനെ പറ്റി എന്തെങ്കിലും ഉന്നതത്തിൽ പറഞ്ഞു മോഹൻലാൽ. അയാൾ പിന്നെ അയാളുടെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്. എന്തോ ഭൂമി ഇടപാടോ ആനക്കൊമ്പ് കേസോ മന്ത്രി ഇയാള് ഈ ഗതാഗത വകുപ്പ് അല്ല വനംവകുപ്പ് മന്ത്രിയായിട്ട് KB കൊണ്ട് സുമാർ ഇരുന്ന സമയത്ത് ആനക്കൊമ്പ കൊണ്ടോ കുറച്ചപ്പുറം കൊണ്ടുവന്നു. ഇപ്പോഴും അയാൾ കേസ് പറഞ്ഞോണ്ടിരിക്കും. പിന്നെ എന്റെ നോട്ടത്തിൽ ഏറ്റവും പരാതിയില്ലാത്ത 2 നടന്മാരെ എന്റെ ജീവിതത്തിൽ കണ്ടു. ഒന്ന് ജയറാമും, ഒന്ന് ഈ മമ്മൂട്ടി. ഈ ജയറാമിന്റെ പേരിൽ ഒരു പരാതി. കാരണം അയാള് സ്നേഹിച്ചവരിനെ വിവാഹം കഴിച്ചു, 2 മക്കളുണ്ട്, അയാൾ സുഖമായിട്ട് ജീവിക്കും.